ഈ വർഷത്തെ IPL RCBക്ക് കിട്ടിയത് അവർ നന്നായിട്ട് ക്രിക്കറ്റ് കളിച്ചതുകൊണ്ട് മാത്രമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. ഒരു തിയറി തന്നെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2025 ദ ഇയർ ഓഫ് അണ്ടർ ഡോഗ്സ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അതായത് ഇത്രയും ഭാഗ്യങ്ങൾ ഒരുമിച്ച് വന്ന ഒരു വർഷം എൻ്റെ ഓർമ്മയിലില്ല. കാരണം അമ്മാതിരിയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം. 18 വർഷത്തിന് ശേഷം RCBക്ക് IPL കിട്ടി. ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെ കിട്ടുന്നു? ഒരാളും വിചാരിച്ചില്ല. ചാമ്പ്യൻസ് ലീഗ് ആയിരിക്കും കിട്ടിയത് നമ്മുടെ PSG-ക്ക്. ഖത്തറിലെ മറ്റേ മുതലാളി വന്നിട്ട് പൈസ ഇറക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫി. മെസ്സിനെ കൊണ്ടുവന്നു, എംബാപ്പേ ഉണ്ട്, ഒരു കാര്യമില്ല. അവസാനം കുറെ പിള്ളേർ കൂടി ചേർന്ന് കപ്പെടുത്തു കൊടുത്തു. യൂറോപ്പ ലീഗ് ടോട്ടനാമിനെ എല്ലാവരും കളിയാക്കുന്നത് കപ്പില്ല, കപ്പിൻ്റെ ട്രോഫി ക്യാബിനറ്റ് കാലിയാണെന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു കേഴ്സും അവർ ബ്രേക്ക് ചെയ്തു. ഈ സീസൺ തുടങ്ങുമ്പോൾ ടോട്ടനാമിന് ഈ കൊല്ലം ഒരു കപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കി ഓടിച്ചു വിടും. കർബാവോ കപ്പ് ആർക്കാണ് കിട്ടിയത്? കർബാവോ കപ്പ് കിട്ടിയത് ന്യൂ കാസിൽ യുണൈറ്റഡിന്. അവസാനം ന്യൂ കാസിലിന് കപ്പ് കിട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല, എപ്പോഴൊക്കെയോ ആണ്. FA കപ്പ് ആർക്കാണ് കിട്ടിയത്? ക്രിസ്റ്റൽ പാലസിന്. ആരെങ്കിലും ഇത് പ്രൊഡിക്റ്റ് ചെയ്തോ? ഇല്ല. ഈ ഒരു ലക്കി ഫാക്ടർ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലും യൂറോപ്പിലും മാത്രം വിചാരിക്കരുത്. അങ്ങ് അമേരിക്കയിൽ NBA ചാമ്പ്യൻഷിപ്പിലും ഇപ്പൊ കപ്പ് കിട്ടാത്ത, ഇതുവരെ കപ്പ് കിട്ടാത്ത ഓക്ലഹോമ സിറ്റി ദ തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം വന്നിട്ടുണ്ട്. ഇനി അവരും കൂടി എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ആവും. എല്ലാവരും ജയിച്ചു. കപ്പ് കിട്ടാത്ത എല്ലാവരും ജയിച്ചിട്ടുണ്ട് ഈ കൊല്ലം. ഇനി ആകെ ബാക്കിയുള്ളത് ആ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഈ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ കൊല്ലം അവർക്ക് കൂടെ കപ്പ് കിട്ടിയ പൊളി.